ഹലോ എവരിവൺ. അപ്പോൾ എല്ലാവർക്കും എഡ്യൂക്കേറ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സോളിഡ് സ്റ്റേറ്റ് ബന്ധപ്പെട്ട ഒരു കൺസെപ്റ്റാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ അതാണ് ബ്രാഗ്സ് ലോ എന്ന് പറയും. സോ ബ്രാഗ്സ് ലോ എന്ന് പറയുമ്പോഴത്തേക്കും ചെറിയൊരു ഡെറിവേഷൻ പോലെ ഒരു ഇത് വരുന്നുണ്ട്. അതുപോലെ ആ ഒരു ഇക്വേഷനും പിന്നെ അതൊക്കെയാണ് ബ്രാഗ്സ് ലോയിനൊക്കെ ഒരു സ്റ്റേറ്റ്മെൻറ്റും വരുന്നത്. പിന്നെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഇപ്പം പറയാം, അതായത് ജസ്റ്റ് രണ്ട് പാരലായിട്ട് രണ്ട് പ്ലെയിൻസ് പോവുകയാണ്. സോ ടു പാരലൽ പ്ലെയിൻസ് ഇങ്ങനെ പോകുന്നു. ഓക്കെ, അതിലേക്ക് വന്ന് ഒരു രണ്ട് എക്സറേസ് വന്ന് ഇൻസിഡൻറ്റ് ചെയ്യുന്നു. ഓക്കെ, സോ ഇൻസിഡൻറ്റ് ചെയ്ത് മാത്രമല്ല, അത് റിഫ്ലക്റ്റ് ആയി പോകുന്നുമുണ്ട്. സോ റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്നു പറയുമ്പോഴത്തേക്കും രണ്ടെണ്ണമാണ് ഞാൻ പറഞ്ഞത്. സോ ഇതിങ്ങനെ വന്ന് ഇവിടെ വരുന്നു, ഇങ്ങോട്ട് പോകുന്നു, സ്ട്രെയിറ്റ് ലൈനായിട്ട് പോകുന്നു. അതുപോലെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന് ഇതൊരു സ്ട്രെയിറ്റ് ലൈനായിട്ട് പോകുന്നു. ഓക്കെ, ഇനി എന്താ നോക്കേണ്ടതെന്ന് ചോദിച്ചാൽ, ഇവിടെ ഈ ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസിന് നമ്മൾ ഡി എന്ന് റെപ്രസെൻറ്റ് ചെയ്ത് കൊടുക്കും. ഓക്കെ, ഡി. സോ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നതനുസരിച്ച് ഇവിടുത്തെ ആ ഒരു ആംഗിളും അതായത് ആ ഒരു പർട്ടിക്കുലർ ഇൻസിഡൻറ്റ് ആംഗിളും അതുപോലെ അവിടുത്തെ റിഫ്ലക്റ്റഡ് ആംഗിളും തമ്മിൽ ഈക്വൽ ആണ്. ആ ഒരു സ്കാറ്റർ ചെയ്ത ആംഗിളും തമ്മിൽ ഈക്വൽ ആണെന്നാണ് പറയുന്നത്. അതുപോലെ അതിൻ്റെ ആ ഒരു പാത്ത് ഡിഫറൻസ് പറയുകയാണെങ്കിൽ ഹോൾ നമ്പർ മൾട്ടിപ്പിൾ ആണെന്നാണ് നമുക്ക് പറയുന്നത്. ഓക്കെ, സോ ഇവിടെ നിങ്ങൾ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാം, ഇവിടെ ഡി ആണ്, ഈ ഒരു പർട്ടിക്കുലർ ഹൈറ്റ് വരുന്ന ഡി ആണ്. അതുപോലെ നമുക്ക് ഇവിടെ ആംഗിൾ റെപ്രസെൻറ്റ് ചെയ്യാം. സോ ഇവിടെ നമുക്ക് തീറ്റ കൊടുക്കാം. ഇത് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം, ഇതൊരു 90 ഡിഗ്രി ആംഗിളാണ്, റൈറ്റ് ആംഗിൾ ട്രയാംഗിളാണ് അവിടെ വരുന്നത്. അതുപോലെ ഇവിടെ നോക്കുവാണെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ റൈറ്റ് ആംഗിൾ തന്നെയാണ് വരുന്നത്. ഓക്കെ, ഇനി എന്താ, നമുക്ക് ജസ്റ്റ് പേര് കൊടുക്കാം. ഇവർക്ക് എ ബി സി എന്ന് പേര് കൊടുക്കാം. ഓക്കെ, ഇനിയും എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ നമുക്കറിയാം, അതായത് എന്താണ് സൈൻ തീറ്റ എന്ന് പറയുന്നത്? എന്താണ് സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. സോ ഓപ്പോസിറ്റ് സൈഡ് നമ്മൾ ഈ ഒരു തീറ്റയുടെ എടുക്കുവാണ്. ഫസ്റ്റ് ഇതൊരു ഒറിജിനായിട്ട് എടുക്കുക. സോ എ ഒ ബി എന്നൊരു ട്രയാങ്കിളിനകത്തെ നമ്മൾ സൈൻ തീറ്റ എടുക്കുവാണെങ്കിൽ, ഈ ഒരു പർട്ടിക്കുലർ ആംഗിൾ വെച്ച് തീറ്റ എടുക്കുവാണെങ്കിൽ എ ബി അപ്പോൺ ഹൈപ്പോട്ടന്യൂസ് എന്താണ്? ഒ ബി ആണ്. ഒ ബി എന്ന് പറയുമ്പോൾ എന്താണ്? ഈ ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് ആണ്. സോ ഒ ബി ബൈ ഡി എന്ന് വരുന്നു. ഓക്കെ, അല്ലെ എ ബി എന്താണ്? നമുക്ക് എ ബി ഈസ് ഈക്വൽ ടു എങ്ങനെ വരും? ഡി സൈൻ തീറ്റ എന്ന് വരും. ഓക്കെ, ഡി സൈൻ തീറ്റ. ഈ സിമിലർ കേസ് തന്നെ രണ്ടാമത്തെ ആ ഒരു ട്രയാങ്കിൾ എടുക്കുമ്പോൾ എന്ത് വരും? രണ്ടാമത്തെ ട്രയാങ്കിൾ എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഒരു പർട്ടിക്കുലർ ആംഗിൾ എടുക്കുവാണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? ബി സി ആണ്, അല്ലേ? സോ ബി സി സൈൻ തീറ്റ വെച്ച് എടുക്കുമ്പോൾ സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു ബി സി അപ്പോൺ ഡി, ദാറ്റ് ഈസ് ബി സി ഈസ് ഈക്വൽ ടു ഡി സൈൻ തീറ്റ. ഓക്കെ, സോ എ ബിയും ബി സിയും കൂടെ ചേരുന്നതാണ് എന്ത്? സോ നിങ്ങൾക്ക് കാണാം, ഇവിടെ ഈ എ ബിയും അതുപോലെ ഈ ഒരു ബി സിയും കൂടെ ചേരുന്നതാണ് അതിൻ്റെ പാത്ത് ഡിഫറൻസ് എന്ന് പറയും. സോ പാത്ത് ഡിഫറൻസ് എ ബി പ്ലസ് ബി സി ഈസ് ഈക്വൽ ടു എങ്ങനെ വരും? ഈ രണ്ടും കൂടെ അഡീഷൻ മീൻസ് സം ചെയ്യുമ്പോഴത്തേക്കും 2D സൈൻ തീറ്റ എന്ന് വരും, അല്ലേ? ജസ്റ്റ് നമ്മൾ സമ്മ് ചെയ്തു. പിന്നെ നമ്മൾ നോക്കേണ്ട അടുത്തൊരു ഇതെന്ന് പറയുമ്പോഴത്തേക്കും പാത്ത് ഡിഫറൻസിന് വേറൊരു ഇക്വേഷൻ ഉണ്ട്. സോ ദാറ്റ് ഈസ് എൻ ലാംഡയാണ് പാത്ത് ഡിഫറൻസ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തത്. സോ എൻ എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്? ആ ഒരു പർട്ടിക്കുലർ ഏത് ഓർഡർ ആണെന്നാണ് നമുക്ക് പറയുന്നത്. അതുപോലെ ലാംഡ എന്ന് പറയുമ്പോഴത്തേക്കും അതിൻ്റെ പർട്ടിക്കുലർ വേവ് ലെങ്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ലാംഡ. സോ ഇതും പാത്ത് ഡിഫറൻസ്, അതുപോലെ ഇതും പാത്ത് ഡിഫറൻസ്. സോ പാത്ത് ഡിഫറൻസ് രണ്ടും കൂടെ ഈക്വലൻ്റ് ആണ്. സോ എൻ ഡി, സോ എൻ ലാംഡ ഈസ് ഈക്വൽ ടു എങ്ങനെ വരും? 2D സൈൻ തീറ്റ. ഓക്കെ, ഇതാണ് നമ്മുടെ ആ ഒരു പർട്ടിക്കുലർ ഇക്വേഷൻ വരുന്നത്. സോ ഈ ഒരു ബേസിക് ഇക്വേഷൻ വെച്ചാണ് നമ്മൾ പല പ്രോബ്ലംസ് ഒക്കെ ചെയ്യുന്നത്. സോ നമുക്കൊരു പ്രോബ്ലം ചെയ്യാം. വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ അഡ്ജസൻറ്റ് Miller planes if the first order reflection from X-rays of lambda is equal to 2.29 Armstrong occurs at 27 degree 8 minutes.
സോ ഇവിടെ നമുക്ക് കണ്ടുപിടിക്കുന്നത് ഡിസ്റ്റൻസ് ആണ്, അതായത് ആ ഒരു ഇക്വേഷൻ ഡി ആണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. അതായത് ഇക്വേഷൻ എഴുതുവാണെങ്കിൽ എൽ ലാംഡ ഈസ് ഈക്വൽ ടു 2d സൈൻ തീറ്റ. സോ ഇവിടെ കണ്ടുപിടിക്കേണ്ടത് എന്താണ്, ഈ ഒരു പർട്ടിക്കുലർ ഡി ആണ് കാണുന്നത്. സോ ഡി കാണാൻ വേണ്ടി എന്താണ്, നമ്മൾ ജസ്റ്റ് ടേംസിനൊക്കെ ഇപ്പറേ കൊണ്ടുവന്ന് അല്ല ഡി ഈസ് ഈക്വൽ ടു എൻ ലാംഡ അപ്പോൺ 2 സൈൻ തീറ്റ, ഇങ്ങനെയാണ് ഇക്വേഷൻ വരുന്നത്. ഓക്കെ, സോ അടുത്ത എന്താണെന്ന് ചോദിച്ചാൽ ഇനി വാല്യൂസ് കൊടുക്കുക. സോ ഇവിടെ ഫസ്റ്റ് ഓർഡർ റിഫ്ലക്ഷൻ എന്നാണ് നമുക്ക് പറഞ്ഞിരിക്കുന്നത്. സോ ഇൻസിഡൻറ്റും റിഫ്ലക്റ്റഡും ഈക്വൽ ആണ് നമ്മൾ ഇനീഷ്യലി ലോയിൽ കണ്ടു. ഇനി എൻ ലാംഡ മീൻസ് ഈ ഒരു പർട്ടിക്കുലർ ഫസ്റ്റ് ഓർഡർ ആയതുകൊണ്ട് എന്നിൻ്റെ വാല്യൂ എത്രയായിരിക്കും, 1 ആയിരിക്കും. സോ 1 ഇൻറ്റു ലാംഡ എത്രയാണ്, ലാംഡ എന്ന് പറയുമ്പം 2.29 ആംസ്ട്രോങ് ആണ്. ആംസ്ട്രോങ് എന്ന് പറയുമ്പോൾ 10⁻⁻10 മീറ്റർ ആണ്. സോ ലാംഡ 2.29 into 10⁻10 meter upon 2 into sin 27 degree 8 minutes. ഓക്കെ, സോ ഇത് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ആൻസർ കിട്ടും. സോ സൈൻ 27 ഡിഗ്രി 8 മിനിറ്റ്സ് എന്ന് പറയുമ്പോൾ അപ്രോക്സിമേറ്റ്ലി ഒരു 0.45 റേഞ്ചിൽ വരും. കാരണം സൈൻ 30 എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് അറിയാം 0.5 ആണ്, 1/2 ആണ്. സോ സൈൻ 27 ഡിഗ്രി 8 മിനിറ്റ്സ് എന്ന് പറയുമ്പം ആ ഒരു ഇതിനെക്കാട്ടും കുറവായിരിക്കും. സോ അത് വെച്ച് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഇതിന് ഒരു ഫൈനൽ ആൻസർ കിട്ടുന്നു. സോ ഫൈനൽ ആൻസർ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു 2.51 ആംസ്ട്രോങ് എന്ന് കിട്ടുന്നു. സോ ആംസ്ട്രോങ് എഴുതിയത് 10⁻⁻10 മീറ്റർ എന്നാണ് ആ ഒരു പർട്ടിക്കുലർ ആൻസർ വരുന്നത്, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ അഡ്ജസൻറ്റ് മില്ലർ പ്ലെയിൻസ്. സോ ഇത്രയേ ഉള്ളൂ ബ്രാഗ്സ് ലോയെ പറ്റി നമ്മൾ പറയുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.